ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ EVSൻ്റെ 4ാമത്തെ പാഠമാണ് എടുക്കുന്നത്. വൃത്തി നൽകും ശക്തി എന്നുള്ള ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് എടുക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി പരിസര പഠനത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 3 EVS എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. വൃത്തി നൽകും ശക്തി. നോക്കിക്കേ, ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു ഡോക്ടറും ഡോക്ടറുടെ ചുറ്റും കുറച്ച് നിങ്ങളെപ്പോലെയുള്ള കുറച്ച് മക്കളും നിൽക്കുന്ന ഒരു ചിത്രമാണല്ലേ. എന്താ ഡോക്ടർ പറയുന്നത് നോക്കിക്കേ. ആരോഗ്യമുള്ള ജീവിതത്തിന് വൃത്തി പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ. ഇതേപ്പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കൂ. സ്കൂൾ പാർലമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കുട്ടികൾ ഡോക്ടറോട് നിരവധി സംശയങ്ങൾ ചോദിച്ചു. ഡോക്ടർ സംശയങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ നൽകി. ഡോക്ടറുടെ ക്ലാസ്സിൽ പങ്കെടുത്തതിനു ശേഷം അലൻ തൻ്റെ നോട്ട് ബുക്കിൽ കുറിച്ചത് വായിക്കാം. അലൻ എഴുതിയ കാര്യങ്ങൾ നോക്കിക്കേ. കളിക്കുമ്പോഴും മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ കൈകളിൽ അഴുക്ക് പുരളാൻ സാധ്യതയുണ്ട്. ഇതിൽ പല രോഗാണുക്കളും ഉണ്ടാകാം. സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ രോഗാണുക്കൾ നശിച്ചു പോകുന്നു. അപ്പോൾ മക്കളെ, നമ്മൾ മുറ്റത്തും അല്ലെങ്കിൽ അതുപോലെ എവിടെയായാലും കളിക്കുമ്പോഴും തറയിലിരിക്കുമ്പോഴൊക്കെ എന്താണ്, രോഗാണുക്കൾ നമ്മുടെ കയ്യിലും ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഈ രോഗാണുക്കൾ കാരണമാണ് എന്തുണ്ടാവുന്നത്, അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്കിടെ സോപ്പിട്ട് കൈകൾ കഴുകാം, അതുപോലെ കുളിക്കാം, സോപ്പിട്ട് കുളിക്കാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് രോഗാണുക്കളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാൻ സാധിക്കുമെന്നാണല്ലേ പറയുന്നത്. ഇവിടെ ഒരമ്മ കുട്ടിയോട് പറയുന്നത് നോക്കിക്കേ. സ്കൂളിൽ നിന്നും വന്നതല്ലേ, പോയി കൈയും മുഖവും സോപ്പിട്ട് കഴുകൂ. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരുപാട് രോഗാണുക്കൾ അതിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ രോഗാണുക്കളെ അകറ്റാൻ വേണ്ടിയാണെന്ത് കൈകൾ സോപ്പിട്ട് കഴുകണം എന്ന് പറയുന്നത്. ചിത്രങ്ങൾ കണ്ടല്ലോ. എപ്പോഴൊക്കെയാണ് നാം കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടത്? ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ, കളി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ, ഈ സമയങ്ങളിലെല്ലാം നമ്മൾ കൈകൾ സോപ്പിട്ട് കഴുകണം. വൃത്തിയുള്ള കൈകൾ. കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണോ? ആണെങ്കിൽ ആണെന്നെഴുതുക, അല്ലെങ്കിൽ അല്ല എന്നെഴുതുക. നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഒരു ബക്കറ്റിൽ വെള്ളമെടുക്കുക. അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് മേശപ്പുറത്ത് മാറ്റിവെക്കുക. കൈ കഴുകിയ വെള്ളം ശേഖരിക്കാനായി ഒരു ഒഴിഞ്ഞ ബക്കറ്റ് എടുക്കുക. ഓരോരുത്തരായി ഒഴിഞ്ഞ ബക്കറ്റിലേക്ക് കൈകൾ കഴുകുക. എല്ലാവരും കൈ കഴുകിയതിന് ശേഷം കഴുകിയ വെള്ളം ശേഖരിച്ച ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആദ്യം മാറ്റിവെച്ച ഗ്ലാസ്സിനടുത്ത് വെക്കുക. ഇനി 2 ഗ്ലാസ്സിലെയും വെള്ളം താരതമ്യം ചെയ്യൂ. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? ഗ്ലാസ്സിലെ വെള്ളത്തെക്കാട്ടിലും ഈ ബക്കറ്റിൽ നിന്നെടുത്ത എല്ലാവരും കൈ കഴുകിയ ഈ വെള്ളത്തിൻ്റെ കുറച്ച് നിറം മാറ്റമുള്ളതായിട്ട് നമുക്ക് കാണാം. അതായത് കുറച്ച് ചെളിയുടെ നിറമുള്ളതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈ കഴുകിയത്? നമ്മൾ സോപ്പൊന്നും ഇടാതെ അങ്ങനെയാണല്ലേ കൈ കഴുകിയത്. എങ്ങനെയാണ് വൃത്തിയായി കഴുകേണ്ടത്? അത് നമുക്ക് നോക്കാം. കൈ കഴുകലിൻ്റെ വിവിധ ഘട്ടങ്ങൾ നമുക്കിവിടെ ചിത്രീകരിച്ച് തന്നിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യണം? കൈകൾ നനച്ച് സോപ്പ് നന്നായി പതപ്പിക്കണം. രണ്ടാമതായി കൈവെള്ളകൾ കൂട്ടിത്തിരുമ്മി വൃത്തിയാക്കണം. മൂന്നാമതായി കൈകളുടെ പിറകുവശവും വിരലുകൾക്കിടയിലും വൃത്തിയാക്കണം. നാലാമതായി നഖങ്ങളും വിരലുകളുടെ അഗ്രഭാഗവും, അതായത് വിരലുകളെ അറ്റവും കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കുക. അഞ്ചാമതായി വിരലുകളും കൈക്കുഴകളും മറുകൈ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ തിരുമ്മി വൃത്തിയാക്കുക. അവസാനം ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കൈ കഴുകുന്നതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ കൈ കഴുകുക? അല്ലെങ്കിൽ ഇനി മുതൽ ഇതുപോലെ കൈ കഴുകി ശീലിക്കുക കേട്ടോ. ഒരു കുട്ടി പറയുന്നത് നോക്കൂ. ഇനി ഇതാ എൻ്റെ വൃത്തിയുള്ള കൈകൾ, ഞാൻ നഖം വെട്ടി വൃത്തിയാക്കി. അപ്പോൾ നഖം വെട്ടുന്നത് എന്താണ്? വൃത്തിയുടെ ഒരു ഭാഗമാണ് അല്ലേ. കൈകൾ പൂർണ്ണമായി വൃത്തിയുള്ളതാവണമെങ്കിൽ കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നഖത്തിനടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ഭക്ഷണത്തോടൊപ്പം ശരീരത്തിനുള്ളിലെത്തും. കുട്ടികളുടെ മറ്റ് സംശയങ്ങൾക്ക് ഡോക്ടർ നൽകിയ ഉത്തരങ്ങൾ കൂടി അലൻ തൻ്റെ ബുക്കിൽ എഴുതിയിരുന്നു. അത് നമുക്കും വായിച്ചു നോക്കാം. അലൻ എഴുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൃത്തിയില്ലാത്തതോ അഴുക്ക് പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇവയിൽ രോഗാണുക്കൾ വളരും. അങ്ങനെ ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും. രാവിലെ ഭക്ഷണത്തിന് മുൻപും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം. അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുവരാം.
മാസ്ക് ധരിക്കുന്നത് എന്തിനാണ് എന്ന സംശയത്തിനുള്ള ഉത്തരം അലൻ എഴുതാൻ വിട്ടുപോയി. അലനെ സഹായിക്കാമോ? എന്തിനാണ്? നമ്മുടെ വായുവിലും ചുറ്റുമുള്ള അന്തരീക്ഷത്തിലുമെല്ലാം രോഗാണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രോഗാണുക്കൾ നമ്മൾ ശ്വസിക്കുമ്പോൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കാതിരിക്കാനാണ് നമ്മൾ മാസ്കുകൾ ഉപയോഗിക്കുന്നത്. വൃത്തിയുള്ള പല്ലുകൾ. പല്ലുകൾ വൃത്തിയാക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ പല്ല് തേക്കൽ ശരിയായ രീതിയിലാണോ? ചിത്രീകരണം നിരീക്ഷിക്കൂ. നോക്കിക്കേ. ആദ്യം ബ്രഷ് ചരിച്ചു പിടിക്കുക. എന്നിട്ട് മുൻപോട്ടും പിൻപോട്ടും ബ്രഷ് ചെയ്യുക. പിന്നെ മുകൾ നിരയിലെ പല്ലുകൾ മുകളിൽ നിന്നും താഴോട്ടും കീഴ്നിരയിലെ പല്ലുകൾ താഴെ നിന്നും മുകളിലേക്കും ബ്രഷ് ചെയ്യുക. പിന്നെ ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ പ്രതലം മുന്നോട്ടും പിന്നോട്ടും നന്നായി ബ്രഷ് ചെയ്യുക. പല്ലുകളുടെ അകവശവും ബ്രഷ് ചെയ്യുക. ബ്രഷ് ഉപയോഗിച്ച് തന്നെ നാവും വൃത്തിയാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതിൻ്റെ, നമ്മൾ പല്ല് തേക്കേണ്ടതിൻ്റെ ശരിയായ രീതി. ഈ ശരിയായ രീതി നിങ്ങൾ ഈ ചിത്രം എന്ത് ചെയ്യുക? നിങ്ങൾ വലുതാക്കി പ്രിൻ്റ് എടുത്ത് ക്ലാസ്സിൽ ഒട്ടിച്ച് വെക്കാനും മറക്കരുത്. നിങ്ങൾ ഈ രീതിയിലല്ല ബ്രഷ് ചെയ്യുന്നതെങ്കിൽ ഇനി മുതൽ ഈ രീതിയിൽ ബ്രഷ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. വൃത്തിയുള്ള ശരീരം. ശരീരം വൃത്തിയാക്കുന്നതിന് കുളി അത്യാവശ്യമാണ്. നിങ്ങൾ കുളിക്കുന്ന രീതി ആംഗ്യത്തിലൂടെ അവതരിപ്പിക്കാമോ? അത് നിങ്ങൾ ക്ലാസ്സിലൊന്ന് അവതരിപ്പിച്ച് നോക്കുക. കുളിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ ദിവസവും കുളിക്കണം. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ തോർത്ത് ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കാതിരിക്കണം. ഉപയോഗത്തിനു ശേഷം തോർത്ത് കഴുകിയുണക്കി സൂക്ഷിക്കണം. കൈ കഴുകൽ, പല്ല് തേക്കൽ, കുളി എന്നിവയുടെ ശരിയായ രീതികൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശുചിത്വശീലങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വീട്ടിലുള്ളവരുമായി ചർച്ച ചെയ്യുകയും വേണം. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും നമുക്ക് അകറ്റി നിർത്താം. അപ്പോൾ വ്യക്തി ശുചിത്വത്തിൽ പെട്ടതാണ് നമ്മൾ ഇതുവരെ പഠിച്ച പല്ല് തേക്കലും കുളിക്കലും അതുപോലെ കൈ കഴുകലും ഒക്കെ കേട്ടോ. ഇനി വ്യക്തി ശുചിത്വത്തിനായി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ 4 കാര്യങ്ങൾ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ എടുക്കാം? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കാം. എല്ലാ ദിവസവും കുളിക്കും. ദിവസവും രാവിലെയും രാത്രിയും പല്ല് തേക്കും. കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് നന്നായി കഴുകും. ഇനി വ്യക്തി ശുചിത്വം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ത്? പരിസര ശുചിത്വവും. നമുക്കൊരു നാടകം കളിക്കാം. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മണിയനീച്ച, കടുവക്കൊതുക്, ചിണ്ടനെലി. രംഗം 1. ഈച്ചയും കൊതുകും കണ്ടുമുട്ടുന്നു. കൊതുക്: ഹലോ മിസ്റ്റർ മണിയൻ, എന്നെ പരിചയമുണ്ടോ? ഈച്ച: ഹ പരിചയമുണ്ടോന്നോ? ചേട്ടൻ മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വീരനല്ലേ? നിരവധി രോഗങ്ങൾ പരത്തുന്ന ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. കൊതുക്: അതെ, ഞാൻ കാരണം മനുഷ്യർക്ക് ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങൾ പകരുന്നു. അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യും? ഈച്ച: ചേട്ടൻ എവിടെയാണ് താമസം? കൊതുക്: ഈ നഗരത്തിൽ തന്നെ. അഴുക്ക് ചാലിനരികെ മാലിന്യം കൂന്നുകൂടി കിടക്കുന്ന വീടില്ലേ? അവിടെ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ മുട്ടയിട്ട് പെരുകി സ്ഥലം കൈയടക്കി. അപ്പോൾ ഈ സംഭാഷണത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? കൊതുകുകൾ പെരുകുന്നത് എവിടെയാണ്? അഴുക്ക് വെള്ളത്തിലും അതുപോലെ മലിനമായ സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ കൂന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെയാണ്. കൊതുകുകൾ ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ രോഗങ്ങൾ പരത്തുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ഈ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായില്ലേ? ഇനി ഇതുപോലെ ഈച്ചയ്ക്കും എലിക്കും എന്താവും പറയാനുണ്ടാവുക? ഈച്ചയും എലിയും കൊതുകിനെ പോലെ തന്നെ രോഗങ്ങൾ പരത്തുന്ന 2 ജീവികളാണ് അല്ലേ? അവരുടെ സംഭാഷണം കൂടി കൂട്ടിച്ചേർത്ത് നാടകം പൂർത്തിയാക്കിയ നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കും. അപ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും? നമുക്ക് നോക്കാം. ഈച്ച: ഞാനും നിന്നെപ്പോലെ തന്നെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് വളരുന്നത്. വൃത്തിഹീനമായ സ്ഥലങ്ങളിലിരുന്ന ഞാൻ മനുഷ്യർ കഴിക്കുന്ന നല്ല ഭക്ഷണങ്ങളിൽ ചെന്നിരുന്നാൽ അവർക്ക് അസുഖങ്ങൾ വരും. വയറിളക്കവും ഛർദിയുമൊക്കെ അങ്ങനെയാണ് വരുന്നത്. കൊതുക്: നീ എങ്ങനെയാണ് ജീവിക്കുന്നത് എലിയേ? എലി: ഹോ, എന്തു പറയാനാ, ആളുകൾ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിടുന്നത് കൊണ്ട് ഞാനും അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. എൻ്റെ പേരിൽ ഒരസുഖം തന്നെയുണ്ട്, എലിപ്പനി. എലിപ്പനി വന്നാൽ പിന്നെ അവർക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ്. അക്കാര്യത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. അപ്പോൾ അവരുടെ സംഭാഷണം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ് കേട്ടോ.
ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാത്ത ഇടങ്ങളിലാണ് കൊതുക്, ഈച്ച, എലി മുതലായവ പെരുകുന്നത്. ഇത്തരം ജീവികൾ പെരുകുന്നതാണ് പല രോഗങ്ങളും പടരാൻ കാരണമാവുന്നത്. അപ്പോൾ അവർ പടർത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ചിക്കുൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മലേറിയ, വയറിളക്കം, ഛർദി, എലിപ്പനി, ഇതൊക്കെ ഈ ജീവികൾ പരത്തുന്നതാണ്. അപ്പോൾ ഇവരിൽ നിന്നും മുക്തി നേടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാം. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഒരു വാർത്ത നോക്കൂ. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്തിലെ ചില വാർഡുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനാൽ രോഗാണുവാഹകരായ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വാർത്ത വായിച്ചല്ലോ. എന്താണ് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നൽകിയിരിക്കുന്ന ഈ വിവരണം വായിക്കൂ. ഡ്രൈ ഡേ: നമ്മുടെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ, ചിരട്ട, ടയർ, കുപ്പിയുടെ അടപ്പ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ധാരാളം വസ്തുക്കളുണ്ട്. ഇവയിൽ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. 8 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തും. അതിനാൽ ഓരോ 7 ദിവസത്തിലും ഇത്തരം വസ്തുക്കളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ചു കളയുകയും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം. ഈ ശുചീകരണ പ്രവർത്തനമാണ് ഡ്രൈ ഡേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഇന്നു മുതൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വീടുകളിലും അതുപോലെ സ്കൂളിലും ഡ്രൈ ഡേ ആചരിക്കണം. അതായത് ചുറ്റുപാടുമുള്ള ചിരട്ടകളും പാത്രങ്ങളും പ്ലാസ്റ്റിക്കുകളൊക്കെ എന്ത് ചെയ്യുക? അതിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതൊക്കെ സംസ്കരിക്കണം. ജലത്തിലൂടെയും രോഗം പകരാം. പരിസര പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെയും ശുദ്ധമല്ലാത്ത കുടിവെള്ളത്തിലൂടെയും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ ജലത്തിലൂടെ പകരാറുണ്ട്. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം? കുടിക്കാൻ തിളപ്പിച്ചാറിയ ജലം മാത്രം ഉപയോഗിക്കുക. വീട് പരിസരത്തും മറ്റുമായി കെട്ടിക്കിടക്കുന്ന ജലം ഒഴിവാക്കി കളയുക. കിണറുകൾ വലയിട്ട് മൂടുക. പാനീയ ചികിത്സ: വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിന് തിരിച്ചു നൽകണം. ഇതിനായി താഴെ പറയുന്നവ രോഗിക്ക് കൊടുക്കാം: ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ORS തിളപ്പിച്ചാറിയ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും ചെയ്യണം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയും നമുക്ക് ശരീരത്തിലെ ജലം വീണ്ടെടുക്കാവുന്നതാണ്. എൻ്റെ വിദ്യാലയം ശുചിത്വ വിദ്യാലയം. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കണ്ടോ? നല്ല വൃത്തിയുള്ളൊരു വിദ്യാലയം അല്ലേ? നിങ്ങളുടെ സ്കൂളും ഇതുപോലെ വൃത്തിയാണോ മക്കളെ? ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നല്ല ശുചിത്വമുണ്ട്, അതുപോലെ ഉദ്യാനം ഉണ്ടല്ലേ, നല്ല പൂന്തോട്ടമുണ്ട്. പൂന്തോട്ടമൊക്കെ കുട്ടികൾ നനച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ മരത്തിൽ കണ്ടോ നിങ്ങൾ? പക്ഷികൾക്ക് കുടിക്കാനായിട്ട് വെള്ളം ഒരു ഇതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നല്ല വൃത്തിയുള്ള പരിസരവും ചുറ്റുപാടുമാണെന്ന് നമുക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. നമ്മുടെ വിദ്യാലയം വൃത്തിയുള്ളതാണോ? നമുക്ക് വിലയിരുത്താം. അത് വിലയിരുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ചോദ്യങ്ങളല്ല, എന്താ പറയുക, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, കുറച്ച് പ്രസ്താവനകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ ശരി ചെയ്യുക, അതുപോലെ തെറ്റാണെങ്കിൽ തെറ്റിടുക കേട്ടോ. ആദ്യം വിദ്യാലയത്തിലെ പരിസരത്തെക്കുറിച്ചാണ്. ചപ്പുചവറുകൾ കൂടിക്കിടക്കുന്നില്ല എന്നതാണെങ്കിൽ ശരിയിടുക, കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ തെറ്റിടുക. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല, ഇല്ലെങ്കിൽ ശരിയിടുക, ഉണ്ടെങ്കിൽ തെറ്റിടുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ല. മാലിന്യങ്ങളെ തരം തിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള മാലിന്യ കൂടകളുണ്ട്, ഉണ്ടെങ്കിൽ ശരിയിടുക, ഇല്ലെങ്കിൽ തെറ്റിടുക. അപ്പോൾ എനിക്കിതിൽ ആദ്യത്തെ 3 ശരിയാണ്, അവസാനത്തേത് തെറ്റാണ്. ഇനി ക്ലാസ് മുറി വൃത്തിയുള്ളതാണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യാം? മാറാല, ചപ്പുചവറുകൾ എന്നിവയില്ല, ഇല്ലെങ്കിൽ ശരിയിടുക, ഉണ്ടെങ്കിൽ തെറ്റിടുക. ചാർട്ടുകൾ പോലുള്ള പഠനോപകരണങ്ങൾ പൊടി പിടിച്ചതല്ലെങ്കിൽ ശരിയിടുക, ആണെങ്കിൽ തെറ്റിടുക. മാലിന്യങ്ങളെ തരം തിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള മാലിന്യ കൂടകളുണ്ട്, അതായത് വേസ്റ്റ് ബാസ്ക്കറ്റ് കേട്ടോ. വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ശരിയിടുക, ഇല്ലെങ്കിൽ തെറ്റിടുക. ഇനി പാചകപ്പുരയോ? പാത്രങ്ങൾ വൃത്തിയുള്ളതാണ്, ആണെങ്കിൽ ശരിയിടുക, അല്ലെങ്കിൽ തെറ്റിടുക. മലിനജലം കെട്ടിക്കിടക്കുന്നില്ല, ഇല്ലെങ്കിൽ ശരിയിടുക, ഉണ്ടെങ്കിൽ തെറ്റിടുക. ഭക്ഷണാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നില്ല, ഇല്ലെങ്കിൽ ശരിയിടുക, ഉണ്ടെങ്കിൽ തെറ്റിടുക. ഇനി മൂത്രപ്പുര, കക്കൂസ് എന്ന വൃത്തിയുള്ളതാണ്, ആണെങ്കിൽ ശരിയിടുക, അല്ലെങ്കിൽ വൃത്തിഹീനമായതാണെങ്കിൽ തെറ്റിടുക. ആവശ്യത്തിന് വെള്ളം ലഭ്യമാണ്, വെള്ളം ഉണ്ടെങ്കിൽ ശരിയിടുക, ഇല്ലെങ്കിൽ തെറ്റിടുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണ്? എല്ലാതും ശരിയാണെങ്കിൽ എന്താ? നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ വിദ്യാലയം നല്ല വൃത്തിയുള്ള വിദ്യാലയമാണ് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ എത്ര തെറ്റുണ്ടോ അതിനനുസരിച്ച് സ്കൂളിൻ്റെ വൃത്തിയും എന്താണ്? കുറവാണ്.
വിദ്യാലയത്തിലെ മറ്റു സ്ഥലങ്ങളായ മൈതാനം, കൈ കഴുകുന്ന ഇടങ്ങൾ, ഉദ്യാനം എന്നിവ നിരീക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ പട്ടികയിൽ കൂട്ടിച്ചേർക്കാം? പട്ടിക പൂർത്തിയാക്കി കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. മൈതാനം നിരീക്ഷിക്കുന്നതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഗ്രൗണ്ടിൽ കിടക്കുന്നില്ല, കായിക ഉപകരണങ്ങൾ വൃത്തിയുള്ളതാണ് എന്നീ 2 കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതിൽ ഏതാണോ നിങ്ങളുടെ സ്കൂളിലുള്ളത് ശരിയായത് ശരി രേഖപ്പെടുത്തുക, തെറ്റുള്ളത് തെറ്റിടുക. ഇനി ഉദ്യാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നില്ല, ഇലകളും മറ്റും കൃത്യമായി അടിച്ചു വാരാറുണ്ട് എന്നീ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അത് കറക്റ്റാണെങ്കിൽ ശരിയിടുക, അല്ലെങ്കിൽ തെറ്റിട്ട് കൊടുക്കുക. നമ്മുടെ സ്കൂൾ പരിസരത്ത് എവിടെയെല്ലാമാണ് കൂടുതൽ മാലിന്യങ്ങൾ കാണപ്പെടുന്നത്? എവിടെയൊക്കെയാണ്? ചിലത് ഉദ്യാനങ്ങളിലുണ്ടായിരിക്കും, ക്ലാസ് മുറികളിലുണ്ടായിരിക്കും, ഗ്രൗണ്ടിലുണ്ടായിരിക്കും, അതുപോലെ കുളിമുറിയിലുണ്ടായിരിക്കും. അപ്പോൾ അത് എവിടെയാണോ ഉള്ളത് അത് എഴുതി കൊടുക്കുക. സ്കൂളിൻ്റെ രേഖാചിത്രം തയ്യാറാക്കി കൂടുതൽ മാലിന്യമുള്ള സ്ഥലങ്ങൾ ചുവപ്പ് നിറത്തിലും കുറഞ്ഞ മാലിന്യമുള്ള സ്ഥലങ്ങൾ മഞ്ഞ നിറത്തിലും വൃത്തിയുള്ള സ്ഥലങ്ങൾ പച്ച നിറത്തിലും രേഖപ്പെടുത്തൂ. ഇത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ്, കാരണം ഓരോരുത്തരുടെയും സ്കൂളിൻ്റെ രേഖാചിത്രം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് തയ്യാറാക്കുക. വിദ്യാലയത്തെ കൂടുതൽ വൃത്തിയുള്ളതാക്കുന്നതിന് ഇനിയും എന്തെല്ലാം ചെയ്യാനാവും? ശുചീകരണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. എന്തൊക്കെ ചെയ്യാനാവും? ക്ലാസ് മുറികൾ എല്ലാ ദിവസവും അടിച്ചു വാരുക, കക്കൂസ്, കുളിമുറി എന്നിവ എല്ലാ ദിവസങ്ങളിലും വൃത്തിയാക്കുക, കൈ കഴുകുന്ന സ്ഥലങ്ങൾ എല്ലാ ദിവസവും കഴുകിയിടുക, സ്കൂൾ കിണറിന് വലയുണ്ടെന്ന് ഉറപ്പുവരുത്തുക, പാചകപ്പുര വൃത്തിയായി സൂക്ഷിക്കുക, ഗ്രൗണ്ടിലും ഉദ്യാനങ്ങളിലുമുള്ള പ്ലാസ്റ്റിക് കവറുകളും പേപ്പറുകളുമെല്ലാം വൃത്തിയാക്കുക. ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. മാലിന്യങ്ങളെ തരംതിരിക്കാം. സ്കൂളിൽ മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് വേണ്ടി മാലിന്യ കൂടകൾ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് വേസ്റ്റ് ബാസ്ക്കറ്റുകൾ. ഓരോന്നിനും ജൈവ മാലിന്യങ്ങൾക്കും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കൊക്കെ വേറെ വേറെ കൂടകൾ പല സ്കൂളുകളിലും ഉണ്ടായിരിക്കും. എല്ലാ മാലിന്യങ്ങളും ഒരു പാത്രത്തിലിട്ടാൽ പോരെ എന്നൊരു സംശയം ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ടായിരിക്കും എല്ലാ മാലിന്യങ്ങളും ഒരുമിച്ചിടാത്തതിന് കാരണം? നമുക്ക് മാലിന്യങ്ങൾ 3 തരത്തിലാണ് ഇവിടെ ഉള്ളത്: ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും അപകടകരമായ മാലിന്യങ്ങളും. അപ്പോൾ ജൈവ മാലിന്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കമ്പോസ്റ്റിൽ ഉപയോഗിക്കാവുന്നതാണ്. കമ്പോസ്റ്റ് ആക്കിയിട്ട് നമുക്കതിനെ പുനരുപയോഗിക്കാവുന്നതാണ്. എന്നാൽ അജൈവ മാലിന്യം നമുക്ക് സംസ്കരിക്കുന്നതിന് എന്തുണ്ട്? പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങൾ നമുക്ക് സംസ്കരിക്കുന്നതിന് വേറെ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാൽ എന്താണ് പ്രശ്നം? നമുക്ക് രണ്ടിനും ഉപകാരപ്രദമില്ലാതായി പോകും അല്ലേ? ജൈവ മാലിന്യങ്ങളെ കൊണ്ട് ഒരു ഉപകാരമില്ലാതെ ആയിപ്പോവും. പിന്നെ അതുപോലെ അപകടകരമായ മാലിന്യങ്ങൾ ഇതിലെല്ലാം ഇട്ടാലോ? അത് സംസ്കരിക്കുന്നതിന് വേറെ രീതിയാണുള്ളത്. അപ്പോൾ എല്ലാം കൂടെ എന്തായി പോവും? ഒരു ഉപകാരമില്ലാതെ ആയി പോകുന്ന രീതി വേണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ചിട്ട് മാലിന്യ കൂടകൾ സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്കതെങ്ങനെ എഴുതാം? ജൈവ മാലിന്യങ്ങളുടെയും അജൈവ മാലിന്യങ്ങളുടെയും അപകടകരമായ മാലിന്യങ്ങളുടെയും സംസ്കരണം വ്യത്യസ്ത രീതികളിലാണ്. അതുപോലെ തന്നെ ഇവ 3ൻ്റെയും പുനരുപയോഗവും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇവ വ്യത്യസ്തമായ 3 കൂടകളിൽ ശേഖരിക്കുന്നത്. മണ്ണിൽ അഴുകിച്ചേരുന്നതും അല്ലാത്തതുമായ മാലിന്യങ്ങളുണ്ട്. ഭക്ഷണത്തിൻ്റെയും പച്ചക്കറിയുടെയും അവശിഷ്ടങ്ങൾ പോലുള്ള അഴുകുന്ന വസ്തുക്കളെ ജൈവ മാലിന്യങ്ങളെന്നും പ്ലാസ്റ്റിക് പോലുള്ള അഴുകാത്ത വസ്തുക്കളെ അജൈവ മാലിന്യങ്ങളെന്നും പറയുന്നു. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ഉപയോഗശൂന്യമായ മരുന്നുകൾ, ബൾബുകൾ തുടങ്ങിയവയാണ് അപകടകരമായ മാലിന്യങ്ങൾ. ഇപ്പോൾ ജൈവ മാലിന്യങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് പച്ചക്കറിയുടെയും പഴങ്ങളുടെയും ഭക്ഷണാവശിഷ്ടങ്ങളുടെയൊക്കെ വേസ്റ്റുകളാണ്, അവശിഷ്ടങ്ങളാണ്. പിന്നെ അതുപോലെ അജൈവ മാലിന്യങ്ങൾക്ക് ഉദാഹരണം പ്ലാസ്റ്റിക്കുകളാണ്. പിന്നെ അപകടകരമായ മാലിന്യങ്ങൾക്ക് ഉദാഹരണം എന്താണ്? ബൾബുകൾ, ഉപയോഗശൂന്യമായ ബൾബുകൾ, മരുന്ന് കവറുകൾ, ഇലക്ട്രോണിക് അവശിഷ്ടങ്ങളൊക്കെയാണ് കേട്ടോ. ഭക്ഷണാവശിഷ്ടങ്ങളെ വളമാക്കാം. നമ്മൾ പറഞ്ഞു ജൈവ മാലിന്യങ്ങൾക്ക് നമുക്ക് കമ്പോസ്റ്റായിട്ട് വളമായിട്ട് ഉപയോഗിക്കാം അല്ലേ? വീട്ടിലും സ്കൂളിലും ഉണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കമ്പോസ്റ്റ് കുഴി. പഴം, പച്ചക്കറി, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ പാഴ്വസ്തുക്കൾ കുഴിയിൽ നിക്ഷേപിക്കുകയും മണ്ണിടുകയും ചെയ്യുക. 3-4 മാസം കൊണ്ട് പൂർണ്ണമായും വളമായി മാറിയിട്ടുണ്ടാകും. നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ്? മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ വേസ്റ്റ് കൂടയിൽ നിക്ഷേപിക്കുന്നു. 2ാമത്തെ മാർഗം എന്ന് പറയുന്നത് കമ്പോസ്റ്റ് കുഴിയിൽ നിക്ഷേപിക്കുന്നു, കമ്പോസ്റ്റിംഗ് ആണ്. 3ാമത്തെ വഴി പുനരുപയോഗം ചെയ്യുന്നു. ഇങ്ങനെ 3 രീതികളിലാണ് നമ്മൾ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. പ്ലാസ്റ്റിക് വലിച്ചെറിയരുതേ, കത്തിക്കരുതേ. നോക്കിക്കേ, ഇവിടെ ഒരു കാർട്ടൂൺ ചിത്രം തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പഠിച്ചത് മറന്നു എന്ന് ഒരു കുട്ടി ചോദിക്കുന്നുണ്ടല്ലേ? ആ കുട്ടി കുപ്പി പുറത്തേക്ക് എറിയുമ്പോൾ ചോദിക്കുകയാണ്, പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല, മണ്ണ് നാശം വരുത്തുന്നു, ജീവജാലങ്ങൾക്കിത് ദോഷകരമാണ്, പ്ലാസ്റ്റിക് മണ്ണിലലിയാൻ വർഷങ്ങൾ തന്നെ എടുക്കുന്നു. ചിത്രത്തിൽ എന്താണ് കാണുന്നത്? പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ്. ഒരു കുട്ടി അതിനടുത്തൂടെ പോകുമ്പോൾ മൂക്ക് പൊത്തിയിട്ട് ശ്വസിക്കാതെ പോകുന്നു അല്ലേ? പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ആ പുക കലരുന്നു. ഇത് അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാക്കുന്നു. മാത്രമല്ല, ഈ പുക ശ്വസിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യരിലും മറ്റു ജീവജാലങ്ങളിലും ഉണ്ടാക്കുന്നു. പാതി കത്തിയ മാലിന്യങ്ങളുടെ ചാരം മഴവെള്ളം വഴി കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തുന്നു. അതുകൊണ്ട് കുടിവെള്ളവും മലിനമാകാൻ ഇത് ഇടയാക്കുന്നു. പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. എന്നാൽ അവ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്തേക്ക് വലിച്ചെറിയാതെ തരംതിരിച്ച് ഇവ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്നവർക്ക് കൈമാറണം. അതാണെന്ത്, ഹരിത കർമ്മസേനാംഗങ്ങളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വിലയിരുത്താം ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. താഴെ പറയുന്ന വസ്തുക്കൾ തരംതിരിച്ച് യോജിച്ച് മാലിന്യ കൂടകളിൽ എഴുതി ചേർക്കൂ. PVC പൈപ്പ്, പഴം, കീടനാശിനി കുപ്പികൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പഴകിയ ബാറ്ററി, ഉപയോഗശൂന്യമായ ബൾബുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ. ഇനി തരംതിരിക്കേണ്ട രീതികൾ എന്നിങ്ങനെയൊക്കെയാണ്: അജൈവ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ, അപകടകരമായ മാലിന്യങ്ങൾ. ആദ്യം അജൈവ മാലിന്യങ്ങൾ നോക്കാം. അജൈവ മാലിന്യങ്ങൾ ഇതിലേതൊക്കെയാണ്? PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കവറുകൾ. ഇനി ജൈവ മാലിന്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ: പഴം, പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ. ഇനി അപകടകരമായ മാലിന്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ: കീടനാശിനി കുപ്പികൾ, പഴകിയ ബാറ്ററി, പിന്നെ അതുപോലെ ഉപയോഗശൂന്യമായ ബൾബുകൾ. ഇങ്ങനെയാണിത് തരംതിരിക്കേണ്ടത്. ചോദ്യം 2. വീടും പരിസരവും വൃത്തിയുള്ളതാണോ എന്നറിയുന്നതിനുള്ള ഒരു നിരീക്ഷണ പട്ടിക തയ്യാറാക്കുക. പട്ടികയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനായി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്? റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നിരീക്ഷണ പട്ടികയിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും, എന്തൊക്കെ ചോദ്യങ്ങൾ എഴുതാൻ പറ്റും? വീട്ടുപരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കിടപ്പുണ്ട്. വീട്ടുപരിസരത്ത് പൊട്ടിയ ചിരട്ടകൾ, പഴകിയ ടയറുകൾ എന്നിവയുണ്ട്. വീടിന് ചുറ്റുമുള്ള കാട് വെട്ടിത്തളിച്ചിട്ടുണ്ട്. കിണർ വലയിട്ട് മൂടിയിട്ടുണ്ട്. വീട്ടുപരിസരത്ത് മലിനജലം കെട്ടിക്കിടപ്പുണ്ട്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പട്ടികയിൽ തയ്യാറാക്കാവുന്നതാണ്, ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി വീടും പരിസരവും വൃത്തിയാക്കുന്നതിനായി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കാം? വീടിന് ചുറ്റുവട്ടത്തുള്ള കാടും പരിസരവും വെട്ടിത്തളിക്കുക. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ, ടയറുകൾ, ചിരട്ടകൾ എന്നിവ കൃത്യമായി സംസ്കരിക്കുക. കിണർ വലയിട്ട് മൂടുക. മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രൈ ഡേ ആചരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു പാഠമാണ്. എടുത്തത് എല്ലാ മക്കൾക്കും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്കിനി ഏതൊക്കെ വിഷയങ്ങളുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വേണ്ടത് എന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്